പേ പേരെടുക്കാൻ പോയ പതിച്ച് ഇരട്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്താ ആപ്പൂരിയ കുരങ്ങൻ എന്നൊക്കെ പറയുന്ന ആ അവസ്ഥയായിപ്പോയി നമ്മുടെ അമേരിക്കയിൽ. ട്രംപ് വലിയ കാര്യത്തിൽ പോയി ഇറാനെ ആക്രമിച്ചു. ഇസ്രായേലിൻ്റെ ബലത്തിലാണ് ആക്രമിച്ചത്. അവസാനം ഞങ്ങൾ സന്ധി സംഭാഷണം നടത്താൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് യുദ്ധം നിർത്തി എന്ന് പറഞ്ഞാൽ സീസ് ഫയർ. അപ്പോൾ യുദ്ധം നിർത്തിയതല്ല, ഒന്ന് പോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ചർച്ച. പാകിസ്ഥാനാണ് മധ്യസ്ഥൻ, പറ്റിയ കക്ഷിയാണ്. പാകിസ്ഥാൻ ജോലി ഇത്രയേ ഉള്ളൂ, ഈ മേശ തുടയ്ക്കുക, ചായ പരിപ്പുഴ കൊണ്ടുവന്ന് കൊടുക്കുക, പാത്രങ്ങൾ എടുത്തുകൊണ്ട് പോകുക, ഇതൊക്കെയാണ് പാകിസ്ഥാൻ്റെ പണി. എന്ത് പണിക്കോട്ടെ, അത് പാകിസ്ഥാൻ ഭംഗിയായിട്ട് നിർവഹിച്ചു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി, എങ്ങും എത്തിയില്ല. ഓരോ ദിവസവും ട്രംപ് അന്ത്യശാസനം കൊടുക്കും. ഇന്നിപ്പോൾ കരാറായില്ലെങ്കിൽ നാളെ ഞാൻ കാണിച്ചു തരാം. ഓബ്ലിറ്ററേറ്റ്, അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടൊരു വാക്കാണ്, ഓബ്ലിറ്ററേറ്റ്. ഇറാൻ എന്ന് പറഞ്ഞൊരു സ്ഥലം ഭൂമുഖത്തുണ്ടാവില്ല, കംപ്ലീറ്റ് തീർത്ത് കളയും. നമ്മൾ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് പഴയതായതുകൊണ്ട് പടം കാണും ഇറാൻ്റെ. പക്ഷേ ഇറാൻ എന്ന് പറയുന്നൊരു സ്ഥലം അവിടെ ഉണ്ടാവില്ല. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഇറാൻ ഇപ്പോൾ എവിടെ പോയി എന്ന് നമ്മൾ അന്തിച്ചു പോകും, അവിടെ പോയി നോക്കിയാൽ. ഇതൊക്കെയാണ് ട്രംപ് അടിച്ചു വിട്ടത്. അവസാനം എന്തായി? വെറുതെ തുറന്നു കിടന്ന ഹോർമുസ് കടലിടുക്ക് ഒന്ന് തുറക്കടാ എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് നെഗോസിയേഷൻ അത് തുറന്നാ കിടന്നത് ഈ യുദ്ധത്തിന് മുമ്പ്. ഇപ്പോൾ യുദ്ധത്തിൻ്റെ സമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇറാൻ അവിടെ ചവിട്ടിപ്പിടിച്ചു. ഈ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇറാൻ അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇറാനെ ഇനി ആക്രമിച്ചിട്ട് കാര്യവുമില്ല. ആൾക്കാരുണ്ട് അവിടെ, 10 കോടി ആൾക്കാരുണ്ട്, കുറേ അധികം പേര് മരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ബാക്കി ആളുകളൊക്കെ ഉണ്ടല്ലോ. ഇവർ ബോംബും മിസൈലും കുന്തവും പണ്ടാരവും ഒക്കെ വീണിട്ട് പിന്നെയും ബാക്കി ആൾക്കാർ ഇനിയിപ്പോൾ അവരെ എന്ത് ചെയ്യാനാ? നമുക്കൊരു പരിധിയിൽ കവിഞ്ഞ് ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ ഇപ്പോഴും ഇറാൻ്റെ കയ്യിൽ അത്യാവശ്യത്തിന് മിസൈലും കാര്യങ്ങളുമൊക്കെ ഉണ്ട് താനും. ചേട്ടാ ഇതെന്ത് ചെയ്യും? അപ്പോൾ ഇന്നലെ ട്രംപ് നമ്മുടെ പീറ്റ് ഹെഗ്സിറ്റിനെ വിളിച്ചു. അങ്ങനെയാണ് ഡിഫൻസ് സെക്രട്ടറി അല്ല, സെക്രട്ടറി ഓഫ് വാർ. ട്രംപ് പുള്ളിയുടെ ഡെസിഗ്നേഷനൊക്കെ മാറ്റി പീറ്റ് ഹെഗ്സിറ്റിൻ്റെ. നീ പൊന്നപ്പനല്ലടാ തങ്കപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ ഡിഫൻസ് എടുത്ത് കളഞ്ഞു. എന്ത് പ്രതിരോധം? യുദ്ധത്തിൻ്റെ സെക്രട്ടറി, അത് മതി, അതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആശം കയറിയും ചൂടായി ഡെസിഗ്നേഷനൊക്കെ മാറ്റി. അപ്പോൾ ഇന്നലെ പീറ്റ് ഹെഗ്സിറ്റിനെ വിളിച്ചു. എടാ ഇത് എന്താണ്, കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാത്തത് എന്താണ്? പീറ്റ് ഹെഗ്സിറ്റ് പറഞ്ഞു, ചേട്ടാ സംഗതി ആകെ കുഴപ്പത്തിലാണ്. നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ ഏകദേശം തീർന്നു വരുന്നു. നമുക്ക് എവിടെയൊക്കെ ആയുധം വേണമെന്ന് ചേട്ടനറിയാമോ? ഓസ്ട്രേലിയക്ക് കൊടുക്കണം, തൈവാന് സംരക്ഷണം കൊടുക്കണം, ജപ്പാൻ ചൂടായി നിൽക്കുകയാണ്, അവർക്ക് കൊടുക്കണം, സൗത്ത് കൊറിയ ചൂടായി നിൽക്കുകയാണ്, അവർക്ക് കൊടുക്കണം. ഇപ്പം ഇവരെയൊക്കെ സംരക്ഷിച്ചോളാം ഓഹോ എന്ന് പറഞ്ഞ് കരാറും എഴുതി വെച്ചിട്ട് നമ്മൾ ഉള്ള ആയുധങ്ങളെല്ലാം കൂടെ ഇറാൻ്റെ തലക്കിട്ടു. ഇറാനാണെങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ള മട്ടിലുണ്ട്. അതേസമയം അവൻ്റെ കയ്യിൽ മിസൈൽ ഇരിപ്പുണ്ട്. അവൻ്റെ കയ്യിൽ എങ്ങനെയാണ് ഇത്രയും മിസൈൽ വന്നത്? ചേട്ടാ അത് കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി. അവൻ കുറേ അധികം ഭൂമിക്കടിയിൽ വെച്ചിരുന്നു. അതെല്ലാവർക്കും അറിയാമല്ലോ, ഭൂമിക്കടിയിലുണ്ടായിരുന്നു. പിന്നെ നീ എന്താ ഇപ്പോഴാണ് പറയുന്നത്? അല്ല, ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു, പക്ഷേ ഇത്രയേ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. പണ്ടൊരു സിനിമയിൽ പറവൂർ ഭരതനെ മറ്റോ പറഞ്ഞില്ലേ, ഇത്രയും കാലമായിട്ട് ഈ മരം ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ല എന്ന് പറയുന്നു. പീറ്റ് ഹെഗ്സിറ്റ് കൈ കഴുകി. എന്ത് ചെയ്യും ചേട്ടാ, വിചാരിച്ചതിൽ കൂടുതൽ ആയുധം അവൻ്റെ ഭൂമിക്കടിയിലുണ്ടായിരുന്നു. എന്തു ആയിക്കോട്ടെ, ഇപ്പോൾ എന്താ വഴി? അല്ല, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് പുതിയ വാർത്ത വരുന്നു, ഇറാനും ഒമാനും തമ്മിൽ ചർച്ച നടക്കുന്നു. ആമ്പട. അപ്പോൾ പാകിസ്ഥാൻ വേണ്ട, അവനെന്ത് കാര്യം ഇതിനകത്ത്? അവൻ ചായയും പരിപ്പുടയും കൊണ്ടുവരാനല്ലേ നിന്നത്. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് വേറെ പലഹാരങ്ങളൊക്കെ ഉണ്ട്, അത് ഞങ്ങൾ കഴിച്ചോളാം, പാകിസ്ഥാൻ്റെ സഹായം വേണ്ട. അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല. അവനാണ് ഈ ചർച്ചയൊന്നും മുന്നോട്ട് പോകാതെ അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞും പ്രസ്താവന ഇറക്കിയും ഞാൻ മഹാനാണെന്നൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കിയത് അവനാണെന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനെ പുറത്താക്കി. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പം ചിത്രത്തിലില്ല.
ഇറാനും ഒമാനും കൂടെ ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ആലോചിക്കുന്നു. കാരണം ഇറാൻ ഒരു കണ്ടീഷൻ വെച്ചല്ലോ ഇടയ്ക്ക്, എനിക്ക് കുറച്ച് കാശ് കപ്പൽ തന്നു കഴിഞ്ഞാൽ ഞാൻ കപ്പൽ ഇതിലെ വിട്ടോളാം, കപ്പലിന് സംരക്ഷണവും കൊടുക്കാം. ഇതായിരുന്നു ഇറാൻ്റെ ഓഫർ. ആരും അത് സമ്മതിച്ചില്ല. ഇതുവരെ ഫ്രീ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന് ഇപ്പോൾ തനിക്ക് കപ്പം തരണമെന്ന് പറഞ്ഞാൽ അത് പറ്റുമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒക്കെ വഴക്കൊക്കെ ഉണ്ടായി. നമ്മളും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ശരിയൊന്നുമല്ല, ഇതൊക്കെ പൊതുസ്ഥലങ്ങളല്ലേ, ഇവിടെ ആരെങ്കിലും കാശ് പിരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് ഇറാൻ ഇച്ചിരി പതുങ്ങിയിരുന്നതാണ്. ഒമാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എൻ്റെ അരയിൽ കൂടെ കപ്പലുകൾ പോട്ടെ എന്ന്. ഇറാൻ അത് പിടിച്ചില്ല. ഇറാൻ 1-2 കപ്പലുകൾ മുങ്ങി. അതിലൊന്നാണ് ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടായിരുന്ന ഒരു കപ്പൽ, അത് മുങ്ങി. അതിൽ ആൾക്കാരെയൊക്കെ രക്ഷിച്ചു, പക്ഷേ കപ്പൽ മുങ്ങിപ്പോയി. സംഭവം പിന്നെയും ചൂടായി. അപ്പോഴാണ് ഇറാനും ഒമാനും കൂടെ ചർച്ച നടന്നു. ആ ചർച്ച ഏകദേശം പൂർത്തിയാവാറായി കേട്ടോ. കാരണം ഹോർമുസ് കടലിടുക്ക് കൂടെ ഇൻകമിങ് കപ്പലുകൾ, അതായത് വടക്കോട്ട് പോകുന്നത്, എണ്ണ എടുക്കാനും ഇറാനിലേക്ക് അവശ്യ വസ്തുക്കൾ ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്ന കപ്പലുകൾ, ആ കപ്പലുകളെല്ലാം ഇറാൻ്റെ തീരത്തൂടെ പോകണം. തിരിച്ചിറങ്ങി വരുന്ന കപ്പലുകൾ എണ്ണ നിറച്ചും മറ്റേ ഫെർട്ടിലൈസർ, അത് ഇത് UAE, ഖത്തർ, ഇവരുടെയൊക്കെ ഗ്യാസ്, അത് എല്ലാം കൂടെ ഈ കപ്പലുകൾ, ഇറങ്ങി വരുന്ന കപ്പലുകൾ ഒമാൻ്റെ തീരത്തൂടെ പോകണം. ഇറങ്ങി വരുന്ന കപ്പലുകൾ ഒമാന് കാശ് കൊടുക്കണം, കയറിപ്പോകുന്ന കപ്പലുകൾ ഇറാന് കാശ് കൊടുക്കണം. ഇതാണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന അറേഞ്ച്മെൻറ്റ്. ഒമാനും ഗുണമായി, ഇറാനും ഗുണമായി. അപ്പോൾ ഖത്തറും സൗദി അറേബ്യയും പറഞ്ഞു, അല്ല, നിങ്ങളുടെ അരിയിൽ കൂടെ മാത്രമല്ലല്ലോ ഈ കടലെടുക്ക് പോകുന്നത്, ഞങ്ങളുടെയൊക്കെ അരിയിൽ കൂടെയാണ് പോകുന്നത്. ശരിയാണല്ലോ, UAEയുടെ അരിയിൽ കൂടി, ഖത്തറിൻ്റെ അരിയിൽ കൂടി, ഇപ്പുറത്ത് സൗദി അറേബ്യയുടെ അരിയിൽ കൂടിയൊക്കെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്കും കാശ് വേണ്ടത്. ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾ 2 പേരും ഒരു കരാർ എഴുതാൻ പോവാണ്, നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിക്കോ എന്ന് ഈ 2 കൂട്ടരും പറഞ്ഞു. അതിനിടയ്ക്ക് വേറൊരു ശ്രുതിയും കേട്ടു. അമേരിക്ക ഒമാനെ വെച്ച് ഒരു കളി കളിക്കുകയാണ് ഈ യുദ്ധത്തിൽ നിന്ന് ഊരാനായിട്ട്. അതായത് ഒമാനും ഇറാനും കൂടെ ധാരണയായിട്ട് ഹോർമുസ് കടലെടുക്ക് കാശ് കൊടുത്ത് തുറക്കാം എന്നൊരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ട്രംപ് പറയും, ഹോർമുസ് കടലെടുക്ക് തുറന്നു, അതുകൊണ്ട് ഇനിയിപ്പം ഞാനില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് സ്ഥലം വിടും. മൂപ്പരെങ്ങനെയെങ്കിലും ഒരു ഓഫ് റാമ്പ് കിട്ടാൻ, ഓഫ് റാമ്പ് എന്ന് പറയുമല്ലോ, നമ്മൾ ഈ വരമ്പത്തൂടെ നടക്കുമ്പോൾ ഒരു ചെറുവരമ്പ് വഴി ഇറങ്ങിപ്പോകാനുള്ള വഴി, അതാണ് ഈ ഓഫ് റാമ്പ്. റാമ്പ് എന്ന് പറഞ്ഞാൽ വരമ്പ് പോലത്തെ സ്ഥലം. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങാനുള്ള, സേഫായിട്ട് പുറത്ത് കിടക്കാനുള്ള ഒരു വഴിയാണ് ട്രംപ് അന്വേഷിക്കുന്നത്. അങ്ങനെ ട്രംപ് ഒമാനോട് പറഞ്ഞു, താനൊരു കാര്യം ചെയ്യുക, ഇറാനുമായിട്ടൊന്ന് സംസാരിച്ച് ഇങ്ങനൊരു ധാരണയിലെത്ത്. കാരണം അമേരിക്കയുടെ കപ്പലൊന്നും അതിലേ പോകാനില്ല, ഹോർമുസ് കടലെടുക്ക് വഴി വടക്കോട്ടും പോകാനില്ല, ഇറങ്ങി വരാനുമില്ല. പിന്നെ അമേരിക്കയ്ക്ക് എന്താ കാശ് കൊടുക്കുകയോ മേടിക്കുകയോ എങ്ങനെയെങ്കിലും തൊലഞ്ഞോ? അവർക്കിപ്പോൾ ഈ യുദ്ധത്തിൽ നിന്നും മാറണം. ഇത് മുതലാകുന്ന കേസല്ല. ഇസ്രായേലാണെങ്കിൽ മാറി നിന്ന് ചിരിക്കുകയാണ്. കാരണം ഇസ്രായേലിനെ തുടക്കത്തിലെ അമേരിക്ക ചർച്ചകളിലൊന്നും കൂട്ടിയില്ല, നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് അവരിതൊന്നും ഈ നമ്മുടെ യുദ്ധം നിർത്തുന്ന പരിപാടി, അതിലൊന്നും ഇസ്രായേൽ പങ്കെടുത്തില്ല. അവർ പറഞ്ഞു, ഞങ്ങളെ വിളിച്ചില്ല, ഈ കരാറൊന്നും ഞങ്ങൾക്ക് ബാധകവുമല്ല, സീസ് ഫയറൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾ ഞങ്ങളുടെ തോന്നിയാസം കളിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ലെബനിലൊക്കെ ആക്രമിച്ചു. അങ്ങനെയൊക്കെ ചെയ്തു. ഇറാനെ ആക്രമിക്കാൻ പോയില്ല, ഇറാനൊട്ട് ഇസ്രായേലിനെ ആക്രമിച്ചില്ല. അത് ശ്രദ്ധിച്ചിരുന്നോ? ഇറാൻ ബാക്കിയുള്ളവരൊക്കെ ആക്രമിച്ചുകൊണ്ടിരുന്നു. കുവൈറ്റിനെ ആക്രമിച്ചു, ഖത്തറിനെ ആക്രമിച്ചു, സൗദി അറേബ്യയിൽ ഒരു മിസൈൽ വിട്ടു, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന. അല്ലാതെ ഇസ്രായേലിലേക്ക് ഒരു മിസൈലും ഇറാൻ വിട്ടില്ല. ഇസ്രായേൽ അതുകൊണ്ട് തിരിച്ചടിച്ചില്ല. നിങ്ങളെന്തോ സീസ് ഫയർ ആണെന്നൊക്കെയല്ലോ പറയുന്നത്. ഇനിയിപ്പോൾ ഞാനായിട്ട് അത് തീർക്കും, പക്ഷേ ലെബനനിൽ ഞാൻ അടിച്ച് തകർക്കും, ഗാസയിൽ പഴയ പോലെ അടിത്തുടരും. എൻ്റെ അമ്മോ, എൻ്റെ ദൈവമേ, ഗാസയുടെ കാര്യം മഹാ കഷ്ടമാണ് കേട്ടോ. ഗാസയിൽ നിന്ന് ഒന്ന് മാറടോ എന്ന് പറഞ്ഞ് UAE അവരിവരൊക്കെ ഇടപെട്ടിരിക്കുക. ഇപ്പോൾ ഗാസയിൽ ഇസ്രായേൽ പറഞ്ഞു, നിങ്ങളല്ലേ പീസ് ബോർഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഹമാസ് ആയുധം താഴെ വയ്ക്കും എന്നൊക്കെ പറഞ്ഞത്, ഇതുവരെ അവൻ താഴെ വെച്ചിട്ടില്ല, താഴെ വയ്ക്കാൻ പറ, എന്നാൽ ഞാൻ യുദ്ധം നിർത്താം. അവർ ഹമാസ് ആണെങ്കിൽ ആയുധം താഴെ വയ്ക്കുന്നുമില്ല, അവരുടെ ഉള്ള തോക്ക്, ബോംബ്, ഇതൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതലും തോക്കാണ്, ബോംബൊക്കെ തീർന്ന് പണ്ടാരടങ്ങി. എന്നാലും അവർ വിടുന്നില്ല.
ഇസ്രായേൽ തെരഞ്ഞു പിടിച്ച് ഇപ്പം 3, 4, 5, 7, 8, 9 ഒക്കെ ആയിട്ട് ഡെയിലി ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യൂ എന്ന് പറ. ഇസ്രായേലിന് പറയാൻ ന്യായമുണ്ട്. പീസ് ബോർഡ് ഉണ്ടാക്കിയപ്പോഴുള്ള കരാർ എന്താണ്? ഹമാസിൻ്റെ കയ്യിൽ നിന്ന് അവസാനത്തെ ആയുധവും വീണ്ടെടുക്കും, അല്ലെങ്കിൽ ഹമാസ് അത് താഴെ വയ്ക്കും. ഇതായിരുന്നു. അത് വയ്ക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അവരെ അടിക്കുന്നു. അതങ്ങനെ ആ ഭാഗത്തെ നാടകം അങ്ങനെ നടക്കുന്നുണ്ട്. ലെബനനിലും ഇഷ്ടം പോലെ ഇസ്രായേൽ അടിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ അവർക്ക് തോന്നിയാസം കളിക്കേണ്ടതെല്ലാം കളിക്കുന്നുണ്ട്. ഇസ്രായേലിനും ഒരു ഗുണമുണ്ട്. ഈ ഹോർമൂസ് തുറന്നിരുന്നാലും അടഞ്ഞിരുന്നാലും ഇസ്രായേലിനൊരു ചുക്കുമില്ല. ബാക്കി രാജ്യങ്ങൾക്കാണല്ലോ കടക്കപ്രതിയില്ലാത്തത്. അപ്പോൾ അമേരിക്ക ഇപ്പോൾ ഷഡ്ഗതത്തിലായെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും കൂടെ ഒരു കരാറിലെത്തിയെന്ന് വെച്ചോ, ഇറാനും ഒമാനും മിക്കവാറും എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളെല്ലാം ചടപടാന്ന് അതങ്ങ് സമ്മതിക്കും. കാരണം എല്ലാവർക്കും ഓരോ കടലിടുക്ക് അവരുടെ അരികിനായിട്ടുണ്ട്. അപ്പുറത്ത് ബാബൽ മന്ദേബ്, അത് യമൻ്റെ ഒരറ്റം, അപ്പുറത്ത് ജിബൂട്ടി എന്ന തുറമുഖം തെക്ക് വശത്ത്, വടക്ക് വശത്ത് ബാബൽ മന്ദേബ്. അപ്പോൾ അവരും കപ്പൻ ചോദിക്കുമല്ലോ. ജിബ്രാൾട്ടർ കടലിടുക്ക് അത് മൊറോക്കോയ്ക്കും സ്പെയിനും ഇടയ്ക്കാണ്. കഴിഞ്ഞ ദിവസം അതിലെയാണ് മൊറോക്കോക്കാരൻ സ്പെയിനിലേക്ക് കൂടങ്ങ് കടന്നിൽ ഇളകിയ പോലെ കയറിപ്പോയത്. അപ്പോൾ ആ കടലിടുക്കിൽ ഒരു വശത്ത് മൊറോക്കോ കാശ് ചോദിക്കും, മറുവശത്ത് സ്പെയിൻ കാശ് ചോദിക്കും. ഇങ്ങനെ എവിടെയൊക്കെ തോടുണ്ടോ ആ തോടിൻ്റെ രണ്ട് കരയിലുമുള്ള രാജ്യങ്ങൾ കാശ് പിരിക്കാൻ തുടങ്ങിയാൽ എവിടെ പോയി നിൽക്കും? നമുക്കുമുണ്ട് മലാക്ക സ്ട്രേറ്റ് എന്ന് പറഞ്ഞിട്ട്, അത് മലേഷ്യ, ഇന്തോനേഷ്യ അതുപോലുള്ളവരൊക്കെ അവർ കാശ് മേടിക്കും. ഇപ്പുറത്ത് നമ്മൾ പറയും നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ കൂടെയാണ് ഇത് പോകുന്നത്, അതിൻ്റെ കാശ് നമുക്കും വേണമെന്ന് പറയും. അവസാനം ഇത് ഇൻ്റർനാഷണൽ നെഗോസിയേഷൻ്റെ ഒരു പാർട്ടായിട്ട് മാറും. ഈ താരിഫ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ അല്ല ഇതിൻ്റെ ഈ ടോള് എത്ര വരും, ആര് പിരിക്കും, ആര് കൊടുക്കും, വിൽക്കുന്നവൻ കൊടുക്കുമോ വാങ്ങുന്നവൻ കൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാപാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ചുങ്കം അഥവാ കപ്പം മാറും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും അമേരിക്കയ്ക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി ആരും പ്രതീക്ഷിച്ചതല്ല. അമേരിക്കയ്ക്ക് സംഭവിച്ചത് എൻ്റെ അസസ്മെൻറ്റിൽ അവർ ഇസ്രായേലിനെ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചു. ലോകത്തെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ലോകത്തെ തറവാടികളാണ് ഇസ്രായേൽ. ഒരു കാര്യം പറഞ്ഞാൽ അവർ ചെയ്യും. തല്ലുമെന്ന് പറഞ്ഞാൽ തല്ലും, തല്ല് നിർത്തി എന്ന് പറഞ്ഞാൽ പിന്നെ അവർ അടിക്കില്ല. ഇങ്ങനെ വിശ്വസിക്കാവുന്ന പ്രെഡിക്റ്റബിളായിട്ടുള്ള ഒരു രാജ്യമാണ്. അതിനെ ഉപേക്ഷിച്ചിട്ട് പാകിസ്ഥാനെയും ഇറാനെയും വഴിയെ പോയതിനൊക്കെ കൊണ്ട് ട്രംപ് നെഗോസിയേഷൻ നടത്തിച്ച് സീസ് ഫയർ നടത്തിച്ച് നെതന്യാഹുവിനെ കൊച്ചാക്കി. നെതന്യാഹുവിന് 2 ചീത്തയൊക്കെ പറഞ്ഞു, ഓർക്കണില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. നെതന്യാഹു പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ തൊലഞ്ഞു എന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങി അയാളുടെ പാട്ടിന് പോയി. അയാൾക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല. ട്രംപിന് അങ്ങോട്ടും ഇങ്ങോട്ടും പാടില്ല. അപ്പോൾ ആ സമയത്താണ് ഒമാനെ വെച്ച് കളിച്ച് ഇതിൽ നിന്ന് ഊരിയാലോ എന്നുള്ള ബുദ്ധിയാണ് ട്രംപിൻ്റെ എന്ന് പറഞ്ഞ് ഈ വീണടം വിദ്യ എന്ന് പറയുമല്ല, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ച് ചിലർ നടപ്പുണ്ട്. സത്യാവസ്ഥ ആർക്കറിയാം? അമേരിക്ക അതും ചെയ്യാൻ മടിക്കുകയില്ല. അമേരിക്ക തോറ്റു കഴിഞ്ഞാൽ അവർ ജയിച്ചു എന്ന് വരുത്തി തീർക്കാൻ അവർക്കൊരു സാമർഥ്യമുണ്ട്. ലോകത്തിലെ മീഡിയയൊക്കെ അവർ ഡീപ്പ് സ്റ്റേറ്റൊക്കെ അവരുടെ കൺട്രോളിലാണ്. അപ്പോൾ അതനുസരിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ചില അമിട്ട് ഗുണ്ടൊക്കെ അടിച്ചിട്ട് ഞാൻ ജയിച്ചേ എന്ന് പറഞ്ഞിട്ട് ട്രംപ് യുദ്ധം നിർത്താനൊന്നും മടിക്കുകയൊന്നുമില്ല. ഊരാൻ അമേരിക്കയെ പോലെ മിടുക്കന്മാർ പറയുന്നുമില്ല. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഊരിപ്പോയവരില്ലേ, ചുമ്മാ അങ്ങ് ഇറങ്ങിപ്പോയി ഒരു ദിവസം. ടാങ്കും തോക്ക് അവിടെ കിടക്കുന്നതൊക്കെ അവിടെ കിടന്നു. ഇവർ വിമാനത്തിൽ കയറി ഒരൊറ്റ പോക്കങ്ങ് പോയി. അനാഥമായി അഫ്ഗാനിസ്ഥാൻ. എന്നിട്ടാണ് താലിബാൻ അത് ടേക്ക് ഓവർ ചെയ്യുന്നത്. ഇതൊക്കെയാണ് അമേരിക്കയുടെ പരിപാടി. അവർക്ക് മറ്റ് രാജ്യങ്ങൾ എങ്ങനെ മുടിഞ്ഞാലും ഒരു ചുക്കുമില്ല എന്നുള്ള ആൾക്കാരാണ്. അവരുടെ കാര്യം മാത്രം ഞാനതിന് തെറ്റൊന്നും പറയുകയല്ല. എല്ലാ രാജ്യവും അവനവൻ്റെ താല്പര്യങ്ങളാണെന്ന് നോക്കുന്നത്. അല്ലാതെ ഈ സർവ്വസഹോദര മനുഷ്യ സമത്വം ഈ പരിപാടിയൊന്നും ഒരു രാജ്യവും ചെയ്യുന്നില്ല. നമ്മളും അത് ചെയ്യുന്നില്ല. കുറേ കാലം ചെയ്തിട്ട് നമ്മൾ അനുഭവിച്ചു. ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷം ആ പരിപാടിയൊക്കെ നിർത്തി. തത്വന്യായമൊന്നും പറയണ്ട, ബിസിനസ് കച്ചവടം നോക്കിയേട്ടാ. നമ്മുടെ കച്ചവടം, നമ്മുടെ സേഫ്റ്റി, ഇത് മാത്രം നോക്കുന്നു. ഇതിനിടയ്ക്ക് ഒരാൾ ഊറിച്ചിരിച്ച് ഇരിപ്പുണ്ട്. അത് ചൈന ഒരു യുദ്ധത്തിലും പങ്കെടുക്കാതെ ഒന്നും ചെയ്യാതെ
അവർ ജയിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ കരാറ് നിലവിൽ വന്നു എന്ന് വിചാരിക്കുക, ചൈനയ്ക്ക് ടോളൊന്നും കൊടുക്കേണ്ടി വരില്ല. കാരണം ചൈന ഇറാൻ്റെ ബിഗ്ഗസ്റ്റ് ഇമ്പോർട്ടറാണ്. ബിഗ്ഗസ്റ്റ് ഇമ്പോർട്ടർക്ക് ഒരു ഡിസ്കൗണ്ടൊക്കെ കൊടുക്കുമല്ലോ, അത് ചൈനയ്ക്ക് കിട്ടും. ഭാരതത്തിനും വലിയ ദോഷം ഉണ്ടാവില്ല. കാരണം നമ്മൾ ഇറാന് വിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല. കച്ചവടം എന്നുള്ള നിലയ്ക്ക് ഇസ്രായേലിന് ആയുധം നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് ശരിയാണ്. അത് ഇറാൻ ചോദിച്ചാൽ അവർക്കും കൊടുക്കും. അവർ ചോദിച്ചില്ല, മേടിച്ചില്ല. കാരണം അവരെ സഹായിക്കാൻ വേറെ ആൾക്കാരുണ്ട്, റഷ്യയുണ്ട്, ചൈനയൊക്കെ ഉണ്ട്. ശരി, നമ്മൾ പറഞ്ഞു നമുക്ക് ഇപ്പോൾ കച്ചവടമാണ് പ്രധാനം, ആര് ചോദിച്ചാലും നമ്മൾ ആയുധം വയ്ക്കും. അപ്പോൾ ആ അവസ്ഥയുള്ളതുകൊണ്ട് ഇറാനും നമ്മളും തമ്മിൽ പിണക്കമൊന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു കരാർ വന്നു കഴിഞ്ഞാൽ നമുക്കും ചില ഇളവുകൾ ഇറാനിൽ നിന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ എല്ലാവർക്കും ഈ കാര്യത്തിൽ ശുഭപ്രതീക്ഷയാണുള്ളത്. ആകെ ഷഡ്ഗവ്യത്തിലായിരിക്കുന്നത് അമേരിക്കയാണ്. ഇനി അമേരിക്ക എങ്ങനെ ഇത് തിരിഞ്ഞു മറിഞ്ഞ് കളിച്ച് പഴയ പോലെ ഒമാൻ കടലിടുക്കിൽ അവർ ബ്ലോക്കേഡ് പ്രഖ്യാപിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കച്ചറ ഉണ്ടാക്കുമോ എന്നറിയാമില്ല. ഏതായാലും അങ്ങനെ ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഇപ്പോൾ ഇല്ല. എല്ലാത്തിനും ഒരു അന്തരീക്ഷം വേണമല്ലോ. ആ അന്തരീക്ഷം ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഫലത്തിൽ അമേരിക്ക തോറ്റു നിൽക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ കാണുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് കാണാം. താങ്ക് യു.